ഞാൻ എൻ്റെ ജനത്തിൻ്റെ മരുഭൂമി മാറ്റാൻ പോവുകയാണ്. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലരോടുള്ള ദൂതാണിത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. മിദ്യാനിലെ അമ്മായിപ്പനായ ഹിത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നു. മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് കൊണ്ട് നല്ല രാമീൻ പറഞ്ഞാട്ടെ. 3 മാസം പോലും അപ്പനും അമ്മയ്ക്കും ഒതുക്കി വെക്കാൻ പറ്റിയില്ല. അതിനകത്ത് കിടക്കുന്ന ദൂത് വിളിയുള്ളവനെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടതിനകത്ത് മോശ കുഞ്ഞിനെ കയറ്റി അതിനെ ഒഴുക്കി വിട്ടു. അത് ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ വന്ന്, ദാസിമാരുടെ കയ്യിൽ വന്ന് പെട്ടു. അവിടുന്ന് നേരെ കൊട്ടാരത്തിലുള്ള ലൈഫ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. കൊട്ടാരത്തിൽ 40 വർഷത്തെ ലൈഫ്. ആരുടെ? ഫറവോന്റെ കൊച്ചുമോന്റെ പേരിൽ. നല്ല ബ്ലസ്ഡ് ആയിട്ടൊരു ലൈഫ്. എന്നാൽ അവിടും ഒതുങ്ങാൻ പറ്റിയില്ല. ദൈവം അവിടുന്നും മോശെ ചാടിക്കുവാണ്. ഹല്ലേലൂയ. അടുത്ത 40 വർഷം ആടുകളെ മേയ്ക്കുന്നു. ആരുടെ ആടുകളെ? സ്വന്തം ആടല്ല, അമ്മായിപ്പന്റെ ആടുകളെ. ഹല്ലേലൂയ. അപ്പൊ കൊട്ടാരത്തിൽ കിടന്ന് 40 വർഷം ശീലിച്ചവനെ മരുഭൂമിയിൽ കൊണ്ട് ദൈവം ട്രെയിൻ ചെയ്യിപ്പിക്കുക. നല്ല രാമീൻ പറഞ്ഞാട്ടെ. എല്ലാ ദിവസവും കഴിഞ്ഞ് 40 വർഷമായിട്ട് പോകുന്ന ഒരു സ്ഥലത്തോട്ടല്ല അന്ന് നിയോഗത്തോടെ വിൽഡർനെസിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് പോകാൻ മോശ ഒരു റിസ്ക് എടുക്കുക. അതൊരു നിയോഗത്തിന്റെ സ്റ്റെപ്പാണ്. എന്തുവാ? അപ്പുറത്തോട്ട് അദ്ദേഹം ഒരു നിയോഗത്തിൽ അങ്ങ് പോവുകയാണ്. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഹോറേബിൽ ചെല്ലും, അവിടെ ദൂതനിറങ്ങും, മുൾപടർപ്പ് കത്തും, മുള്ളു കത്തുന്നു, വെന്തു പോകുന്നില്ല. ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ ഒരു നിയോഗത്തിന്റെ ഒരു സ്റ്റെപ്പ്. നിയോഗത്തിന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറയുവാണ്, ഞാൻ നിന്നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് നിന്നെ ദൗത്യത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ്. ഓ, വിശ്വസിക്കുന്നവർ അവിടെ എന്താ സംഭവിച്ചത്? 40 വർഷത്തിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത 40ന്റെ കാലഘട്ടത്തിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ആ ദിവസം മോശ തൻ്റെ വിളിയിലേക്ക് സ്റ്റെപ്പ് വെക്കുമായിരുന്നു. ആ എൻകൗണ്ടറിൽ മോശ തൻ്റെ വിഷനിലേക്ക് കയറുമായിരുന്നു. ആ എൻകൗണ്ടറിൽ മോശ തൻ്റെ മിഷനിലേക്ക് കയറുമായിരുന്നു. നിന്റെ ഒറിജിനൽ വിളിയിലേക്ക്, നിന്റെ ഒറിജിനൽ ദൗത്യത്തിലേക്ക്. ഓ, നിന്റെ മരുഭൂമി അവസാനിച്ചു. ഇനി നീ മരുഭൂമിയിൽ യാത്ര ചെയ്യത്തില്ല. നിന്റെ ദൗത്യത്തിലേക്ക്. നിന്നെ എന്തിനാണോ വിളിച്ചത്, നിന്നെ എന്തിനാണോ ഞാൻ പിതൃഭവനത്തിൽ നിന്ന് ചാർച്ചക്കാരെ വിട്ടിട്ട് വരാൻ പറഞ്ഞത്, യെസ്, നിനക്കൊരു ദൗത്യമുണ്ട്, നിനക്കൊരു വിളിയുണ്ട്. ആ വിളിയിലേക്ക് ഞാൻ നിന്നെ ടേൺ ചെയ്യാൻ പോകുകയാണ്.